ഏലക്കായ്ക്ക് വില ഉയർന്നതോടെ ഇടുക്കിയിൽ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകമാകുന്നു. ഉടമകൾ സ്ഥലത്തില്ലാത്ത തോട്ടങ്ങൾ നോട്ടമിട്ടാണ് മോഷ്ടാക്കൾ എത്തുന്നത്. ഭൂമിയാംകുളത്തും മഞ്ഞപ്പാറയിലുമായി ലക്ഷങ്ങളുടെ ഏലക്കയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം പോയത്. വിപണിയിൽ ഏലക്ക വില ഉയർന്നതോടെ ഇടുക്കിയിലെ കർഷകർക്ക് ഇരുട്ടടിയായി മോഷണം പെരുകുകയാണ്. തടിയമ്പാട്, മഞ്ഞപ്പാറ, ഭൂമിയാംകുളം മേഖലകളിലാണ് കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിക്കൊണ്ട് കള്ളന്മാർ വിലസുന്നത്. ഉടമസ്ഥർ സ്ഥലത്തില്ലാത്ത തോട്ടങ്ങൾ നോക്കിയാണ് മോഷ്ടാക്കൾ കൂടുതലായും കവർച്ച നടത്തുക. ജോലി സംബന്ധമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന മണിയാറൻകുടി സ്വദേശി ജീനാമോളുടെ ഒരേക്കർ തോട്ടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഏകദേശം 150 കിലോയോളം ഏലയ്ക്ക മോഷ്ടിക്കപ്പെട്ടു. കൃഷിസ്ഥലം സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു വിളവെടുക്കാറായ ഏലയ്ക്കകൾ വ്യാപകമായി പറിച്ചുമാറ്റിയ വിവരം ഇവർ അറിയുന്നത്. സമാനമായി മഞ്ഞപ്പാറ സ്വദേശി പുല്ലുമലയിൽ സതീശന്റെ തോട്ടത്തിൽ നിന്നും 100 കിലോയിലധികം ഏലയ്ക്കയും കഴിഞ്ഞ ദിവസം മോഷണം പോയി. ജൂൺ 1 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മുടെ കാവ് ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെ തന്നെ സമാന്തരമായി ഇന്നലെ ഇവർ കാവറിക്കാനായിട്ട് ആളെ കൊണ്ടുവരാൻ ഇരുന്ന തോട്ടമാണ്. അത് ഇവിടെ നിന്നും ഒരു 200 കിലോ കായോളം നിഗമനത്തിൽ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. ഈ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പോലും കാലാവസ്ഥയിൽ ഇത്രമാത്രം ഒരു തോട്ടം കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അത് ഇങ്ങനെ കള്ളന്മാർ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ്. വളരെ ആസൂത്രിതമായാണ് കള്ളന്മാർ തോട്ടങ്ങളിൽ ഇറങ്ങുന്നത്. സ്ഥലമുടമ കൃഷിയിടത്തിൽ വരാത്ത ദിവസങ്ങൾ നോക്കിവെച്ച് പകൽ സമയത്താണ് കവർച്ച നടത്തുക. ഉടമ ചുമതലപ്പെടുത്തിയ പണിക്കാരനാണെന്ന വ്യാജേനയാണ് ഇവർ പകൽ വെളിച്ചത്തിൽ മോഷണം നടത്തുന്നത്. ഏലച്ചെടിയുടെ ശരം ചെത്തിയെടുക്കാതെ മൂപ്പത്തിയ കായകൾ മാത്രം അടർത്തിയെടുക്കുന്നതിനാൽ മോഷണം നടന്ന വിവരം പെട്ടെന്നാരും തിരിച്ചറിയാറുമില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമീപത്തെ മറ്റു തോട്ടങ്ങളിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. അന്ന് കർഷകർ പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാനായില്ല. പോലീസിന്റെ മെല്ലെപ്പോക്കാണ് വീണ്ടും മോഷണം തുടരാൻ കള്ളന്മാർക്ക് ധൈര്യം പകരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുതിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും എത്രയും വേഗം പ്രതികളെ പിടികൂടണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.